ഹലോ ഡിയേഴ്സ്, നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാർഡ്സ് വന്നിരിക്കുന്നത്. ദ ഹാങ്ഡ് മാൻ, 3 ഓഫ് കപ്സ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് സോർഡ്സ്, 10 ഓഫ് കപ്സ്, ദ ഹൈ പ്രീസ്റ്റസ്. ഈ ഒരു റീഡിങ്ങിൽ കാണാൻ കഴിയുന്നത് നിങ്ങളിപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. കാരണം നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഹാങ്ഡ് മാൻ ആണ്. ഇവിടെ വെയിറ്റിംഗ് ആണ്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ ആക്ഷനൊന്നും എടുക്കുന്നില്ല എന്നാണ് കാണുന്നത്. കാരണം നമുക്ക് 2 കാർഡ് വന്നിരിക്കുന്നത് ദ ഹാങ്ഡ് മാനും 4 ഓഫ് സോർഡ്സും ആണ്. എന്നാൽ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ട്രെസ് എല്ലാം മാറ്റി ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം 3 ഓഫ് കപ്സും 10 ഓഫ് കപ്സും വളരെ സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരു കാർഡാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും 2 കാർഡിലും വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ആളുകളെയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സന്തോഷം കിട്ടുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾ എത്തുന്നില്ല എന്നുള്ള ഒരു വിഷമത്തിലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ സന്തോഷമെല്ലാം തീർന്നു പോയി എന്നാണെങ്കിൽ അങ്ങനെ അല്ല. കാരണം നിങ്ങളിപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാകാം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഹാപ്പിനെസ് കിട്ടാത്തത്. എന്തൊരു കാര്യമായാലും അതിനൊരു എൻഡ് ഉണ്ടാകും എന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും. ഇപ്പോൾ നിങ്ങൾ പണ്ട് ഹാപ്പി ആയിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇനിയും സന്തോഷം വരാം. സോ ഈ ഒരു സമയവും കടന്നു പോകും. നിങ്ങൾ ഈ ഒരു സമയത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജാണ്. ഇപ്പോൾ നിങ്ങൾ വിഷമം അനുഭവിക്കുന്ന ഏതൊരു ഏരിയ ആയാലും, അതിപ്പോൾ ഫാമിലി ആയിക്കോട്ടെ, നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിക്കോട്ടെ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും നിങ്ങളുടെ ഈ ഒരു വിഷമ സാഹചര്യങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. കാരണം കുറച്ച് നാളുകളായി നിങ്ങളിപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡിലാണ്, ഒരു സ്റ്റക്കായിട്ടാണ് നിങ്ങളുടെ എനർജി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഹമ്പിളായിട്ട് ഇരിക്കുക. കാരണം ഇതിലും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സൊല്യൂഷനായിട്ട് വന്നിരിക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസും ദ ഹൈ പ്രീസ്റ്റസും ആണ്. 6 ഓഫ് പെൻറ്റക്കിൾ കാർഡ് ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെ നമുക്കിവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാരിറ്റിയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിനെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. പിന്നീട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം എത്ര പേര് നിങ്ങൾ ഫെയിലായി എന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കണമെന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത്. വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങൾ റെഡിയായി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ സമയം നിങ്ങൾക്ക് അതിനുള്ള ആക്ഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക. യൂണിവേഴ്സ് നിങ്ങൾ റെഡിയായി എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സൈൻ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു സൈൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം, ഈ വെയിറ്റിംഗ് ഒക്കെ മാറി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിന്നീട് സന്തോഷം വരുന്നതായിരിക്കും. കാരണം എല്ലാം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല, എല്ലാത്തിനും ഒരു എൻഡ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു വെയിറ്റിങ്ങിനും നിങ്ങളുടെ ഇപ്പോഴത്തെ വിഷമത്തിനും ഒരു എൻഡ് ഉണ്ടാവുന്നതാണ്. നിങ്ങൾ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾക്കായിട്ട് ഇനി കാത്തിരിക്കാവുന്നതാണ്, ഹമ്പിളായിട്ട് കാത്തിരിക്കാവുന്നതാണ്. കാരണം സംതിങ് ബെറ്റർ ഈസ് കമ്മിങ്. അതിനുവേണ്ടിയാണ് ഈ ഒരു വെയിറ്റിംഗ് എന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം.